ഹായ് ഹലോ വെൽക്കം ടു ഫ്ലഫി ഫൈബർ ഡേയ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്ട്രോബെറി ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ. ഇത് കണ്ടോ, ഞാൻ ആദ്യം വരച്ച സ്ട്രോബെറി ചക്ക പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നത് നിർത്തിയിട്ട് ഫോണിലൊരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് അത് നോക്കി വരയ്ക്കുക ചെയ്തത്. അതായത് എൻ്റെ കയ്യിൽ വേറൊരു എക്സ്ട്രാ ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലൊരു പിക്ചർ ഒന്നും കൂടെ വേണം ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് സ്കെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ ഇതേപോലെ തന്നെ കിട്ടണമെന്നില്ല. നേരത്തെ പോലെ ചക്കയോ മാങ്ങയോ ഒക്കെ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സ്കെച്ച് എടുത്ത് വരയ്ക്കുകയാണ്. സ്ട്രോബെറി എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ആദ്യം വരിക, ഞാൻ ആദ്യമായിട്ട് കഴിച്ച സ്ട്രോബെറി ഐസ്ക്രീം ആയിരുന്നു. ആ ഫ്ലേവർ അല്ല, ആ സ്ട്രോബെറി ഐസ്ക്രീം കിട്ടിയൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു സ്ട്രോബെറീൻ്റെ ഷേപ്പിൽ. എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്, നല്ല ക്യൂട്ടായിരുന്നു അത്. വരച്ചൊക്കെ കഴിഞ്ഞ് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് കുപ്പി എടുത്ത് തുറന്നപ്പോൾ ദാ കുപ്പി കാലി. പണി കിട്ടിയെന്ന് ഉറപ്പിച്ചതാ, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം നേരെ ചൊവ്വ നടന്ന ചരിത്രമില്ല. പക്ഷേ ഇത് ഞാൻ വിട്ടുകൊടുത്തില്ല. മുമ്പൊരിക്കൽ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പൗഡറും ഫെവിക്കോളും വെച്ചിട്ട് കളർ ഉണ്ടാക്കുന്ന വീഡിയോ. ആ വീഡിയോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കളറിന് വേണ്ടിയിട്ട് ട്യൂമറിക് പൗഡറും അതുപോലെ റെഡ് ലിപ്സ്റ്റിക്കൊക്കെയാണ് യൂസ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. റെഡ് കളർ കുറച്ചൊക്കെ ആ കുപ്പിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുപ്പിയിലേക്ക് പൗഡറും ഫെവിക്കോളും ഇട്ടിട്ട് ഉണ്ടാക്കുക ചെയ്തത്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നടത്തി നോക്കി ആർക്കും പറയാൻ പറ്റില്ല ഇത് അക്രിലിക് കളറല്ല, ഫെവിക്കോൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ്. കറക്റ്റ് അക്രിലിക് കളറിൻ്റെ അതേ ടെക്സ്ചർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കളർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയ പോലെ തോന്നും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു എക്സ്പെരിമെൻ്റ് എന്ന പോലെ ആയിരുന്നു ഞാൻ ഈ കളർ ഉണ്ടാക്കിയത്. എന്താണെന്ന് വെച്ചാൽ അളവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് ഫെവിക്കോളും പൗഡറും ഒക്കെ വാരിയിട്ടത്. അതുകൊണ്ട് തന്നെ വലിയ ഹോപ്പും ഉണ്ടായിരുന്നില്ല. ഇളക്കി അവസാനം ഫെവിക്കോള് പൗഡറും കൂടെ അക്രിലിക് കളറിൻ്റെ ടെക്സ്ചർ ആയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഇനി കളറില്ലെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് കളറാക്കാമല്ലോ എന്നുള്ള ഐഡിയ കിട്ടി. പിന്നെ എനിക്ക് തോന്നിയ ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അക്രിലിക് കളറ് പെട്ടെന്ന് ഡ്രൈ ആവും. ഈ നമ്മൾ ഉണ്ടാക്കിയ കളറ് ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഈ കളറിന് എക്സ്ട്രാ സ്മെല്ലുണ്ട്. നമ്മുടെ പൗഡറിൻ്റെ സ്മെല്ലും കൂടെ ഇതിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 സ്ട്രോബെറി നമ്മൾ കളർ ചെയ്ത് വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു പഴയ നോട്ടിൻ്റെ ചട്ട കീറിയിട്ട് അതിലിത് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ സ്ട്രോബെറി മിനി നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടിയുള്ളത് വേണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ചട്ടയിൽ തന്നെ നമുക്ക് 2 സ്ട്രോബെറിയും ഒട്ടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ എൻ്റെ മൈൻഡിൽ എന്തായിരുന്നെന്ന് വെച്ചാൽ അടുത്ത് ഏത് കളർ ഉണ്ടാക്കുന്നായിരുന്നു. ട്യൂമറിക് പൗഡർ വെച്ചിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സക്സസ് ആയ സ്ഥിതിക്ക് അതും സെറ്റാവാൻ ചാൻസ് ഉണ്ട്. മിക്കപ്പോഴും പറ്റുന്ന പോലെയുള്ള അബദ്ധം ഇവിടെയും പറ്റി. എന്താണെന്ന് വെച്ചാൽ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും നമ്മൾ ഉണ്ടാക്കിയ സ്ട്രോബെറീൻ്റെ ചട്ടയില്ലേ, അത് രണ്ടും സെയിം സൈഡിലേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോട്ട് വെച്ച് ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് വെച്ച സ്ട്രോബെറി ഇല്ലേ, അതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു നമ്മൾ കളർ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ അത് മാറി ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നോട്ട്ബുക്കിൻ്റെ പേജ് ഉണ്ടാക്കാം. അതിനായിട്ട് A4 ഷീറ്റ് 4 ആയിട്ട് മടക്കിയിട്ട് നമ്മുടെ സ്ട്രോബെറി അതിൻ്റെ മേലെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ 2 A4 ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയും കുറേ പേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പ് എത്തിയപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം എനിക്ക് മനസ്സിലായത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ട്രോബെറീൻ്റെ ബാക്ക് സൈഡ് കളർ ചെയ്യാൻ മറന്നുപോയത്, മാറിപ്പോയത്. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോബെറി തിരിച്ച് വെച്ചിട്ട് തന്നെ പിൻ ചെയ്ത് കൊടുത്തു. അതായത് ബാക്ക് സൈഡിൽ അപ്പോൾ കളർ വരില്ല. സംഭവമൊന്നുമില്ല, ഞാൻ പെയിൻറ് ചെയ്ത് തിരിഞ്ഞുപോയി, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് ആയ പോലെ എനിക്ക് തന്നെ തോന്നുക. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി മിനി നോട്ട്ബുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ എൻ്റെ വീഡിയോസും ചാനലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.